ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 7.5 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ വരുന്ന മനോഹരമായൊരു 5 ബെഡ്റൂമിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 100% റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ ഒരു വീട് ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 10 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 2 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററും ദൂരത്തായാണ് ഈ വീട്ടിൽ നിന്നുള്ള ദൂരം വരുന്നത്. ഒരു ബോക്സി ടൈപ്പിലാണ് വീടിൻ്റെ നിർമ്മാണം. മനോഹരമായി തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കവർ ചെയ്തിരിക്കുന്നത്. ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒന്നാമത്തെ വീടാണ്. ഈ ഒരു വീട് മാത്രമേ ഇന്നിവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. 4 മീറ്ററോളം വീതി വരുന്ന ഇൻ്റർലോക്ക് കട്ടവിരിച്ച റോഡിന് മുന്നിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മനോഹരമായി ചുറ്റുമതിലും സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന വലിപ്പമുള്ള ഒരു ഗേറ്റും നമുക്ക് കാണാം. ഈ ഒരു വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം വിശാലമായ ഒരു മുറ്റം തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. 5-6 വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷനാണ് ഈ മുറ്റത്ത് ലഭിക്കുക. കടപ്പകല്ലും ആർട്ടിഫിഷ്യൽ ഗ്രാസും വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നു. ഈ കോർണറിലായി ചെറിയൊരു ചെടിയെല്ലാം നട്ടിട്ടുണ്ട്. ഈ ഭാഗത്തും വിശാലമായൊരു മുറ്റം തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെയും 1-2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന പ്രൊവിഷൻ ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലേക്കെല്ലാം നമുക്കൊന്ന് പോയി നോക്കാം. 100% വാസ്തുശാസ്ത്രപ്രകാരം തന്നെയാണ് വീടിൻ്റെ നിർമ്മാണം. ഇവിടെ എല്ലാം ചെറിയ ചെറിയ മരങ്ങളും തൈകളെല്ലാം നട്ട് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു ഏരിയ എല്ലാം കവർ ചെയ്തിരിക്കുന്നത്. നേരെ പോകുമ്പോൾ വർക്ക് ഏരിയക്കുള്ള സ്പേസിലാണ് ഇപ്പോൾ നമ്മൾ വന്നെത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ മറ്റു ഭാഗത്തേക്ക് പോയി നോക്കാം. എറണാകുളം ജില്ലയുടെ തന്നെ എല്ലാ ഭാഗത്തേക്കും പോകാവുന്ന ഒരു ഏരിയയിലാണ്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ ഭാഗമായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് ബോർവെൽ കിണറും പൈപ്പ് കണക്ഷനും അവൈലബിൾ ആണ്. ബോർവെൽ കിണറിന് അഡീഷണൽ ആയിട്ട് ഒരു ഫിൽറ്റർ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായി ഒരു ഗ്രില്ല് കാണാം. അത് ഗ്യാസ് സിലിണ്ടർ വയ്ക്കാവുന്നതാണ്. പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വീടിൻ്റെ ദർശനം വരുന്നത്. ഡോറിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. ഫ്രണ്ടിൽ ഒരു നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ട് നമുക്ക് കാണാം. സിറ്റ് ഔട്ടിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയെല്ലാം സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും മഹാഗണിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോളിലേക്കാണ്. ഇവിടെയെല്ലാം ഫോൾ സീലിംഗ് വർക്കുകളും പ്രൊഫൈൽ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി 5 അടി നീളവും 2.5 അടി വീതിയും വരുന്ന വെട്രിഫൈഡ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കാണുന്ന ഭിത്തിയിൽ TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മൾട്ടിവുഡിലാണ് നിർമ്മാണം. ഡൈനിങ് ഹോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 10ഓളം ചിരട്ടിരിക്കാവുന്ന വലിപ്പമുള്ളൊരു ടേബിൾ ഇടാവുന്ന സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഈ ഒരു ഡൈനിങ് ഹോളിൽ നിന്നും നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ് അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ഇനി നമുക്ക് പോയി നോക്കാം. ഈ കാണുന്ന ഡോറിലൂടെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ കവേർഡായി തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിലെല്ലാം ആർട്ടിഫിഷ്യൽ ഗ്രാസ് എല്ലാം കൊടുത്ത് ചുറ്റുഭാഗങ്ങളിലെല്ലാം ഗ്രില്ലെല്ലാം കൊടുത്ത് മുകളിലായി പോളികാർബൺ ഷീറ്റോട് കൂടി വരുന്നൊരു സ്പേസാണ്. കിച്ചൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. അവിടെയായി ക്രോക്കറി ഷെൽഫുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റും നമുക്ക് കാണാം. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിരിക്കുന്നത്. എല്ലാ മുറിയിലും കിച്ചണിലടക്കം സീലിംഗ് ഫാൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പാർട്ടായി തിരിച്ച് മനോഹരമാക്കി തന്നെയാണ് ആ ഒരു സ്പേസ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ അടുപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ വർക്ക് ഏരിയയുടെ സ്പേസിലാണ് നിൽക്കുന്നത്. വിശാലമായൊരു വർക്ക് ഏരിയ സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. അതും നല്ല മനോഹരമായി ഫുൾ കവേർഡോടുകൂടി വരുന്നതാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ലഭിക്കുക. ഈ ബെഡ്റൂമിന് 14 അടി നീളവും 10 അടി വീതിയും ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സീലിംഗ് ഫാനും ഒരു കോർണറിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്നതാണ്. ക്വാളിറ്റിയുള്ള ഫൈബർ ഡോറുകൾ തന്നെയാണ് ബാത്റൂമിനായി യൂസ് ചെയ്തിരിക്കുന്നത്. സെറ ബ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ബാത്റൂമിനായി ഉപയോഗിച്ചിരിക്കുന്നത്.
ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ ഇലക്ട്രിസിറ്റിക്കായി 3 ഫേസ് കണക്ഷൻ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് ഏകദേശം 14-11 അളവിൽ വരുന്ന ബെഡ്റൂമാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും വലിപ്പമുള്ള വിൻഡോകൾ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. മനോഹരമായ ബാത്റൂമുകൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുക. ടൈലെല്ലാം സീലിംഗിൽ മുട്ടുന്ന രീതിയിൽ മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലായി നിർമ്മിച്ചിട്ടുള്ള ടേബിൾ ടോപ്പോട് കൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ കാണാം. സ്റ്റെപ്പ് കയറി ഇനി ഒന്നാമത്തെ നിലയിലേക്കാണ് പോവേണ്ടത്. സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് റെയിലിനായി ടഫും ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് കയറി ഒന്നാമത്തെ നിലയിലേക്ക് ചെല്ലാം. സ്റ്റെയർ കേസിൻ്റെ നേരെ കാണുന്ന ഭിത്തിയിൽ പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല വെളിച്ചം ആ ഒരു ഭാഗത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഈ എൽ ഷേപ്പിൽ വരുന്ന വിശാലമായ ഒരു ഹോളാണ് ഒന്നാമത്തെ നിലയിൽ ലഭിക്കുക. അവിടെ ഒരു TV യൂണിറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റും സീലിംഗ് ഫാൻ അടക്കം എല്ലാം ചെയ്തിട്ടുള്ളൊരു ഹോളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു ഹോള് നിർമ്മിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലയുടെ പുക്കാട്ടുപടിയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പുക്കാട്ടുപടിയിൽ 7.4 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ബഡ്ജറ്റിനടുത്ത പല രീതിയിലുള്ള വീടുകളും ഞങ്ങൾ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. അങ്ങനെ ഇപ്പോൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ് നിൽക്കുന്നത്. മൂന്നാമത്തെ ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന ബെഡ്റൂമാണ്. ഇപ്പോൾ നമ്മൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ബെഡ്റൂം ഏകദേശം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ ആണെങ്കിൽ പോലും ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് ഒരു ബാൽക്കണി സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് ബാൽക്കണി ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ഉള്ള ബാൽക്കണി തന്നെയാണ്. നല്ല വിശാലമായ ഈ ബാൽക്കണിയിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു സൈലൻ്റ് ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ 5ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഞാൻ 4 ബെഡ്റൂം എന്നാണ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതെങ്കിലും വീടിന് 5 ബെഡ്റൂം ലഭിക്കുന്നുണ്ട്. അത് യൂട്ടിലിറ്റി ഏരിയ ആയി വേണമെങ്കിൽ ഉപയോഗിക്കാം, ബെഡ്റൂമായിട്ട് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാരണം അതിന് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ഈ ഒരു സ്പേസിലാണ് ആ ഒരു റൂം വരിക. ഇതിന് ഏകദേശം 16 അടി നീളം വരുന്ന ബെഡ്റൂമാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും ബാൽക്കണിയിലേക്കാണ് പോകാനുള്ളത്. അതിനു മുന്നായി വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഒന്നുകൂടി പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്നും അല്പം മാറി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 7.4 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമോട് കൂടി വരുന്ന ഈ വീടിന് ചോദിക്കുന്ന റേറ്റ് 87 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.